സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. സോ HTMLന്റെ വീഡിയോ സീരീസ് പറയുമ്പോൾ എന്തിനാ ജാവാ സ്ക്രിപ്റ്റ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ HTMLും CSSും ജാവാ സ്ക്രിപ്റ്റും ഒക്കെ ചേർന്നിട്ടാണ് നമ്മളൊരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. സോ ഇതെല്ലാം കൂടി ഇന്റർ കണക്റ്റഡ് ആണ്. സോ ജാവാ സ്ക്രിപ്റ്റിന്റെ സ്ഥാനം ഈ വെബ് പേജിൽ എവിടെ വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ജാവാ സ്ക്രിപ്റ്റുകളെ കുറിച്ച് പറയുന്നില്ല, നേരെ മറിച്ച് എന്താണ് ജാവാ സ്ക്രിപ്റ്റ്, അതിന്റെ ഉപയോഗം എന്താണ് എന്ന് നമുക്ക് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. സോ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ പേജ് HTMLും CSSും കൊണ്ടാണ് നമ്മൾ പേജ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ നമുക്ക് വലിയ ലോജിക്കുകളൊന്നും എഴുതാൻ പറ്റത്തില്ല. ലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂസർ ഈ പേജ് ഉപയോഗിക്കുമ്പോൾ യൂസറിന്റെ ഇൻപുട്ടിനനുസരിച്ചിട്ട് ഈ പേജിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും, അതിനൊക്കെയാണ് നമ്മൾ ലോജിക്കുകൾ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ലോജിക്കുകളൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഫോം ചെയ്തപ്പോൾ കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ വാലിഡേഷൻ, അങ്ങനത്തെ ലോജിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലോജിക്കൊക്കെ ബ്രൗസറാണ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു പ്രോഗ്രാമറായിട്ട് നമ്മൾ ലോജിക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മളാകെ ഈ ബ്രൗസറിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇതിന് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വയർഡ് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടുകളും ഒക്കെ എടുത്തിട്ട് ബ്രൗസറാണ് വാലിഡേറ്റ് ചെയ്ത് നോക്കുന്നത് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്നിട്ട് പറ്റില്ലെങ്കിൽ ഇതുപോലെ എറർ കാണിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ബ്രൗസറാണ്. ആസ് എ ഡെവലപ്പർ നമ്മൾ അതിന് കോഡൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരു ഡെവലപ്പർക്കും അങ്ങനത്തെ ലോജിക്കുകൾ എഴുതേണ്ട ആവശ്യം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പാസ്വേഡ് കൺഫേം പാസ്വേഡും നമ്മൾ മിക്കവാറും ഫോമുകളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കേസിൽ പാസ്വേഡും കൺഫേം പാസ്വേഡും ഒരേപോലെ ആയിരിക്കണം. സോ അങ്ങനത്തെ കേസുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യണക്കാട്ടി തന്നെ ഈ പാസ്വേഡും കൺഫേം പാസ്വേഡും ഒന്നാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കോൺഫിഗറേഷൻസ് ഒന്നും അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സുകളൊന്നും ഈ HTML തരുന്നില്ല. ഓക്കെ, സോ അങ്ങനത്തെ കേസുകളൊക്കെ ഒരു ഡെവലപ്പർ എന്ന രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് ലോജിക്കുകൾ എഴുതിടാൻ സഹായിക്കുന്ന ഒരു ലാംഗ്വേജാണ് ജാവാ സ്ക്രിപ്റ്റ്. സോ എന്താണ് ജാവാ സ്ക്രിപ്റ്റ്? ജാവാ സ്ക്രിപ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്ക് എഴുതാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പല രീതിയിലുണ്ട്, അതായത് അത് റൺ ചെയ്യുന്ന എൻവറോൺമെൻറ്റ് അനുസരിച്ചിട്ട് പല രീതിയിലുണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ നമ്മുടെ മെഷീനിൽ തന്നെ വിൻഡോസ് ആയിരിക്കാം, ലിനക്സ് ആയിരിക്കാം, മാക് ആയിരിക്കാം. സോ ഇതിനകത്ത് തന്നെ നമുക്ക് എഴുതേണ്ട ആപ്ലിക്കേഷനുകൾ അത് ചിലപ്പോൾ C++, അങ്ങനത്തെ ലാംഗ്വേജുകളിലായിരിക്കും എഴുതേണ്ടാവുക. നേരെ മറ്റേ സെർവറുകളിൽ PHP, പൈത്തൺ, പേൾ അങ്ങനെ പറഞ്ഞ ലാംഗ്വേജിലായിരിക്കും സെർവറുകളിൽ നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുക. അങ്ങനെ പല എൻവറോൺമെൻറ്റിനനുസരിച്ച് പല രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രൗസർ എന്ന് പറയുന്ന ഈ ഒരു എൻവറോൺമെൻറ്റിനകത്ത് നമുക്ക് ലോജിക്ക് എഴുതാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാ സ്ക്രിപ്റ്റ്. സോ എല്ലാ ലാംഗ്വേജുകളും പ്രധാനപ്പെട്ട് കുറേ കോമൺ ആയിട്ട് കുറേ ഫീച്ചറുകളും കുറേ ഫംഗ്ഷനാലിറ്റികളും ഉണ്ടാവും. സോ അതായത് ഒരുവിധം എല്ലാ ലാംഗ്വേജുകളും തന്നെ എന്തെങ്കിലും ഒരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഒരു യൂസർ എൻ്റർ ചെയ്യുന്ന ഈ ഒരു പേര് എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. ഈ ഒരു ഡാറ്റ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്രൗസർ എടുത്ത് അത് ഇവാലുവേറ്റ് ചെയ്യാണ്, എന്നിട്ട് ഒരു ഔട്ട്പുട്ട് തരുവാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ലോജിക് ആയിരിക്കും മിക്കവാറും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത്. ഒരു ഡാറ്റ ഉണ്ടാവും, അത് പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് അതിനൊരു ഔട്ട്പുട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുക, ഔട്ട്പുട്ട് അയച്ചു കൊടുക്കുക, അങ്ങനെ പലതും ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു എൻവറോൺമെന്റിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെഷീനകത്തോ ഒരു സെർവറിനകത്തോ നമ്മൾ കോഡ് ചെയ്താണെങ്കിൽ അത് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു എൻവറോൺമെന്റിന് മുകളിലായിരിക്കും ഈ പറയുന്ന ലാംഗ്വേജ് ഓടുന്നുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ ബ്രൗസറിൽ ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കോഡ് എഴുതുന്ന സമയത്ത് ഈ ബ്രൗസർ എന്ന് പറഞ്ഞ ഈ ഒരു എൻവറോൺമെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഈ കോഡ് ഓടുന്നുണ്ടാവുക. ഓക്കെ, ഈ എൻവറോൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ ഒരു ഉദ്ദേശങ്ങളൊന്നാണ്. ഓക്കെ, സോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ എൻവറോൺമെൻറ്റ് ഏരിയ ആൾക്കാർ തന്നെ, ഈ ബ്രൗസർ ഏരിയ ആൾക്കാർ തന്നെ കുറച്ച് ഇൻ്റർഫേസുകൾ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ അതിന് പറയുന്ന പേരാണ് API അഥവാ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അപ്പോൾ ഈ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഈ എൻവറോൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ബേസിക്കലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റ്. സോ ഇനി നമുക്ക് നമ്മൾ എഴുതിയ HTML പേജിനകത്ത് എങ്ങനെ ഒരു ജാവാ സ്ക്രിപ്റ്റ് കൊണ്ടുവരാമെന്ന് നോക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫോമിൻ്റെ ഈ പേജിനകത്ത് എങ്ങനെ ജാവാ സ്ക്രിപ്റ്റ് നമുക്ക് ലോജിക്ക് എഴുതിയിട്ട് ഈ പാസ്വേഡും കൺഫേം പാസ്വേഡും സബ്മിറ്റ് ചെയ്യണം കാട്ടി മുന്നേ വാലിഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് കോഡ് എഴുതണം. കോഡ് എഴുതണമെങ്കിൽ സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഉണ്ടാക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് script.js എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കൊടുക്കാം. ഈ ഒരു ഫയലാണ് ഈ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് ഈ കോൺടാക്ട് ടെക്സ്റ്റ് ഫോമിനകത്താണല്ലോ ജാവാ സ്ക്രിപ്റ്റ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ജാവാ സ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് ലിങ്ക് ചെയ്യാം, ഈ CSS ലിങ്ക് ചെയ്ത പോലെ തന്നെ. സോ അതിനകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് SRC എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനകത്ത് നമുക്ക് നമ്മളുടെ ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഇതിനകത്താണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഡാറ്റയും വേണം, അത് പ്രോസസ് ചെയ്യാനുള്ള ലോജിക്കും വേണം. ഓക്കെ, സോ ഡാറ്റ നമുക്ക് ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് വെച്ചിട്ട് നമുക്കൊരു ഡാറ്റ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ A എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ, അത് നമ്മൾ പുറത്തുനിന്ന് എവിടെ നിന്ന് കൊടുക്കുന്നില്ല, നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റയാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ B എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഒരു 20 ഡിഫൈൻ ചെയ്യാം. ഇനി ഇതിനെ ലോജിക്ക് എഴുതണം. സോ ലോജിക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ ചെറിയ പീസസ് ഓഫ് ചങ്ക്സ് ആയിട്ടാണ് നമ്മൾ കോഡ് എഴുതുക. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് ഒരു ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഫംഗ്ഷനാണ് ഇതിൻ്റെ ഒരു ബ്ലോക്ക്.
അങ്ങനെ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ കോഡ് മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ എഴുതണമെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനൊരു പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് സം എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനത്തെ ഒരു റൗണ്ട് ബ്രാക്കറ്റ്സ് ഇടണം. എന്നിട്ട് കേർലി ബ്രേസിൽ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ലോജിക്ക് എഴുതുക. അങ്ങനെ എത്ര ചങ്ക്സ് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, പക്ഷേ എല്ലാത്തിനും വേറെ പേരായിരിക്കണം എന്ന് മാത്രം. ഇതിനകത്താണ് നമ്മുടെ ലോജിക്ക് എഴുതുന്നത്. സോ നമുക്കൊരു ലോജിക്ക് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഈ പറയുന്ന വാല്യൂസ് എയും ബി എന്ന് പറയുന്ന വാല്യൂസ് ഈ ബ്രൗസറിനകത്ത് ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺസോൾ വരും. ഇത് നമുക്ക് ഡെവലപ്പറിനെ സഹായിക്കാനുള്ള ഒരു കൺസോളാണ്. ഓക്കെ, ഈ കൺസോളിനകത്ത് നമുക്കിത് പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ലോജിക്ക് എഴുതാം. അത് സിമ്പിളാണ്. കൺസോൾ ഡോട്ട് ലോഗ് എന്നും പറഞ്ഞിട്ട് റൗണ്ട് ബ്രാക്കറ്റ് ഇട്ട് അതിനകത്ത് ഏതാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് എ പ്രിൻറ്റ് ചെയ്യാം. ബാക്കി വേണമെങ്കിൽ കോമഡിട്ട് എത്ര വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. എയും ബിയും നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ ഒരു ലോജിക്കാണ്. ഓക്കെ, സോ നമുക്കിത് വർക്ക് ചെയ്യുമോ നോക്കാം. സോ നമ്മളിവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചങ്ക്സ് ആയിട്ടുള്ള ഫങ്ഷൻസ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഈ ചങ്ക്സുകളെല്ലാം ബ്രൗസറിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ഇതൊന്നും റൺ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്യാനും നമ്മൾ പറഞ്ഞു കൊടുക്കണം. സോ ജനറലി നമ്മൾ ഈ ഫംഗ്ഷൻസുകൾ എക്സിക്യൂട്ട് ചെയ്യണത് ഈ യൂസർ എന്തെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്തോളും. സോ ഇങ്ങനെ ബ്രൗസർ ഈ ഫംഗ്ഷനെ വിളിക്കുന്നതിന് ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്രൗസറിന് ഇവൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ അതിൽ ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ തന്നെ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഇവൻറ്റ്സ് വരുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞു കൊടുക്കണം. ഇന്ന ഇവൻറ്റ് വരുമ്പോൾ ഇന്ന ഫംഗ്ഷൻ വിളിക്കണമെന്ന് നേരത്തെ കൂട്ടി നമുക്ക് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കണം. സോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഇവൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ചങ്ക്സ് ഓഫ് കോഡ് എഴുതിയിട്ട് നമ്മൾ ഇവൻറ്റ് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഇവൻറ്റ് വരുമ്പോൾ ഈ ഫംഗ്ഷൻ വിളിക്കും, അങ്ങനെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. സോ ഇതാണ് ഒരു രീതി. അല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ട് ഈ ഫയലിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ സം ഇങ്ങനെ പറഞ്ഞിട്ട് സം എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒന്നിൽ കൂടുതൽ തവണ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 തവണ കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷൻ എത്ര വേണമെങ്കിലും വിളിക്കാം. എന്നിട്ട് ഈ ഫംഗ്ഷനകത്ത് നമുക്ക് വേറെ ഫംഗ്ഷൻ വിളിക്കാം, അതിനകത്ത് വേറെ ഫംഗ്ഷൻ വിളിക്കാം. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് ഓർഡറിൽ വിളിക്കാം. നമുക്ക് കോഡുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റും. സോ ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ഫംഗ്ഷൻ കോളാണ് ഇത്. ഈ പറഞ്ഞ ബ്രൗസർ തരുന്ന ഫംഗ്ഷൻ കോളാണ്. ആ ഫംഗ്ഷൻ കോൾ വിളിച്ചതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലോജിക്കൊക്കെ ബേസിക്കലി ബ്രൗസറിൻ്റെ ഉള്ളിലായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ ബ്രൗസർ നമുക്ക് കോൾ ചെയ്യാൻ തരുന്ന ഫംഗ്ഷനുകളെയാണ് APIs എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ APIs ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്രൗസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്കിതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മളുടെ ലോജിക്ക് എഴുതാം. അതായത് പാസ്വേഡും കൺഫേം പാസ്വേഡും സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ലോജിക്ക് എഴുതാം. സെയിം ആണെങ്കിൽ മാത്രം സബ്മിറ്റ് അടിക്കുക, അല്ലെങ്കിൽ എറർ കാണിക്കുക. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന ഈ ബാക്കിയുള്ള മെയിൽ ഫീൽഡ് കോസ്റ്റ് അഡ്രസ് ഇതൊക്കെ എടുത്ത് കളയാം. ഫസ്റ്റ് നെയിം അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, സോ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ഈ പറയുന്ന വെബ് പേജിനകത്ത് നിന്നും ഈ ഫോം എടുക്കണം. ഈ ഫോമിനകത്ത് നിന്നും ഈ പാസ്വേഡും കൺഫേം പാസ്വേഡും എടുക്കണം. എന്നിട്ട് അത് ഈക്വലാണോ ചെക്ക് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ നോക്കുന്നൊരു കാര്യം, ഈ ഒരു HTML പേജാണ് ഈ ബ്രൗസറിൽ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ HTML പേജ് മുകളിൽ നിന്നും താഴത്തോട്ടാണ് ലോഡ് ചെയ്യുക. അപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ script.js ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എലമെൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ ഈ പറയുന്ന എലമെൻറ്റുകളൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഈ script.jsനകത്തുനിന്ന് ഈ ഫോമൊക്കെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എറർ അടിക്കും. സോ നമ്മൾ അങ്ങനത്തെ ഒരു കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഇവിടെയല്ല ഡിക്ലെയർ ചെയ്യേണ്ടത്, നേരെ അവസാനം കൊണ്ടുപോയി ഡിക്ലെയർ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ഫോമിൻ്റെ എലമെൻ്റ് ഒക്കെ ഉണ്ടായ ശേഷമായിരിക്കും ഈ പറയുന്ന script.js ഉണ്ടാവുക. ഇനി നമുക്ക് ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്യണം. സോ അതിന് നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതണം, ഫംഗ്ഷൻ ഓൺ സബ്മിറ്റ്. സോ ഇതിനകത്താണ് നമ്മുടെ ലോജിക്ക് ചെക്ക് ചെയ്തത്. ഈ ഫംഗ്ഷൻ എപ്പോഴാണ് വിളിക്കേണ്ടത്, ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷൻ വിളിക്കേണ്ടത്. സോ അതിന് നമ്മൾ ആദ്യം തന്നെ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വിളിക്കണമെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സോ ഈ ഫോമിനകത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്യണം. സോ അതിന് ബേസിക്കലി ഈ പറയുന്ന ബ്രൗസർ നമുക്ക് APIs തരണം. സോ അത് ബേസിക്കലി നമുക്ക് ഈ പറയുന്ന APIയുടെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ഒരു ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്യുമെന്നും കൂടിയും പറയാറുണ്ട്. കാരണം ഈ ബ്രൗസറാണല്ലോ നമ്മുടെ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഫംഗ്ഷൻ വിളിക്കുന്നത്. സോ അതിന് കോൾ ബാക്ക് എന്നും വിളിക്കാറുണ്ട്. സോ എങ്ങനെ കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്യും, നമ്മൾ ഇതിൻ്റെ API ഡോക്യുമെൻറ്റേഷൻസ് നോക്കണം. സോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്വിക്കായിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി, ഹൗ ടു രജിസ്റ്റർ കോൾ ബാക്ക് ഓൺ സബ്മിറ്റ് ഫോം HTML എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും. jQuery അല്ല, HTML ഫോം അല്ല. ഇതാണ് അതിൻ്റെ API ഡോക്യുമെൻറ്റേഷൻസ്. കണ്ടോ, ആഡ് ഇവൻറ്റ് ലിസണർ. താഴെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ആ ഫോം എടുക്കുക, ആ ഫോം എടുത്ത ശേഷം ആഡ് ഇവൻറ്റ് ലിസണർ ചെയ്തിട്ട്
ഈ ലോഗ് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഫോം എലമെൻറ്റ് എടുക്കണം. ഈ ഫോം എലമെൻറ്റ് ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഐ ഡി കൊടുക്കാം. ഐ ഡി ഈക്വൽ ടു മൈ ഫോം എന്തെങ്കിലും പേര് കൊടുത്തിട്ട് നമുക്ക് ഐ ഡി കൊടുക്കാം. എന്നിട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു വഴി. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, നമ്മൾ കൊടുത്ത പേര് മൈ ഫോം. എന്നിട്ട് ആ ഫോം രജിസ്റ്റർ ചെയ്യുക. ഫോം ഡോട്ട് ഇത് കോപ്പി ചെയ്യാം. ഫോം ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസ്ണർ സബ്മിറ്റ്, നമ്മുടെ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ അവിടെ കൊടുക്കാം. അപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വിളിക്കും. ഓക്കെ, ഇത് വിളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ലോഗ് ചെയ്യാം. ലോഗ് ഐ ആം ഹിയർ എന്നൊരു ലോഗ് കൊടുക്കാം. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി മൈ ഫോം, ഇതിന്ന് കിട്ടുന്ന വാല്യൂ ഫോം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. ഈ ഫോമാണ് നമ്മുടെ ഫോം. ആ ഫോമിനകത്ത് നമ്മൾ നമ്മുടെ കോൾ ബാക്ക് ആഡ് ചെയ്തു. ഓക്കെ, സോ ഇനി സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ ഫില്ല് ചെയ്യാൻ പറയും. ഡാറ്റ ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് വർക്കായി. പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ വിളിച്ചോ ഇല്ലയെന്ന് അറിയില്ല, കാരണം പെട്ടെന്ന് അടുത്ത പേജിലോട്ട് പോയതുകൊണ്ട് നമ്മളുടെ ലോഗ് പെട്ടെന്ന് പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ത്രോട്ട്ലിങ് 3G കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്ലോ ആയിട്ടായിരിക്കും അടുത്ത പേജിലോട്ട് പോവുക. ഡാറ്റ കൊടുത്ത് സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മുടെ ഐ ആം ഹിയർ വന്നു ഇവിടെ. ഓക്കെ, സോ അടുത്ത പേജിലോട്ട് പോയതുകൊണ്ട് ആ ലോഗ് പോയി. ഓക്കെ, സോ നമ്മളുടെ സബ്മിറ്റ് വർക്കാണ്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഇത് വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നോട്ട് ത്രോട്ട്ലിങ് തന്നെ ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഈ പാസ്വേഡും കൺഫേം പാസ്വേഡും വേണം. സോ അതും നമുക്ക് ഈ പറയുന്ന API ഉപയോഗിച്ചിട്ട് വേണം എടുക്കുക. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഫോം ഉണ്ട്, ഈ ഫോമിനകത്തു നിന്നായിരിക്കണം പാസ്വേഡും കൺഫേം പാസ്വേഡും എടുക്കുന്നത്. ഈ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ബാക്ക് അവൻ വിളിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റയും കൂടി നമുക്ക് തരും. എന്നിട്ട് നമ്മൾ ന്യൂ ഫോം ഡാറ്റ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇവൻറ്റ് ഉണ്ടായത് ഫോമിലാണല്ലോ. ഈ പറയുന്ന ഫോം ആയിരിക്കും ഈ പറയുന്ന ടാർഗറ്റ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോം എന്ന് കൊടുത്താലും മതി, ഏത് കൊടുത്താലും കറക്റ്റാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഡാറ്റ കിട്ടും. എന്നിട്ട് ആ ഡാറ്റയിൽ നിന്നും ഡാറ്റ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കാം. പാസ്വേഡ് പാസ്വേഡ് ഈക്വൽ ടു, ഈ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ വാല്യൂ ആയിരിക്കും കിട്ടുക. സോ അതുപോലെ തന്നെ കൺഫേം പാസ്വേഡിന് ഡാറ്റ ഡോട്ട് ഗെറ്റ് നമ്മളിവിടെ കൊടുത്ത അതേ നെയിം തന്നെ കൊടുക്കണം, അത് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡും കൺഫേം പാസ്വേഡും കിട്ടി. പാസ്വേഡും കൺഫേം പാസ്വേഡും ഈക്വൽ അല്ലെങ്കിൽ അതിന് ഇഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ പാസ്വേഡ് ഇതാണ് നോട്ട് ഈക്വൽ ടു അല്ല കൺഫേം പാസ്വേഡും കൺഫേം പാസ്വേഡും ഈക്വൽ ടു അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ സബ്മിഷൻ അവിടെ നിർത്തണം. സോ ഇതിൽ ആദ്യം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വാലിഡേഷൻസ് ഒക്കെ നോക്കും. നമ്മുടെ ഫോം വാലിഡേഷൻസ് ഒക്കെ കറക്റ്റാണ് നോക്കും. കറക്റ്റ് ആണെങ്കിൽ അവൻ നമ്മൾ കൊടുത്ത കോൾ ബാക്കുകൾ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇവൻറ്റ് ലിസ്ണർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ എത്ര ലിസ്ണർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ കോൾ ബാക്കുകളൊക്കെ 1 by 1 ആയിട്ട് വിളിക്കും. ഓക്കെ, സോ എന്നിട്ട് 1 by 1 ആയിട്ട് വിളിച്ച ശേഷം എന്നിട്ടാണ് അവൻ ബ്രൗസറിലെ ഡീഫോൾട്ട് സെർവറിലോട്ട് പോസ്റ്റ് ചെയ്യാനുള്ള കോൾ വിളിക്കുന്നത്. ഓക്കെ, സോ പാസ്വേഡും കൺഫേം പാസ്വേഡും ഈക്വൽ ടു അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള കോൾ വേണ്ടാന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ അതിന് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ വന്ന ഇവൻറ്റിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, .prevent default. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീഫോൾട്ട് ഫംഗ്ഷൻ വിളിക്കത്തില്ല. ഓക്കെ, പാസ്വേഡും കൺഫേം പാസ്വേഡും ഈക്വൽ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ console.log കൊടുക്കാം. console.log പാസ്വേഡ് നോട്ട് സെയിം ആസ് കൺഫേം പാസ്വേഡ്. ഫസ്റ്റ് നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, കൺഫേം പാസ്വേഡ് കൊടുത്തു. സബ്മിറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് നോട്ട് സെയിം നമ്മുടെ ഈ ലോഗ് പ്രിൻ്റ് ചെയ്തു. ഇത് രണ്ടും സെയിം ആണെങ്കിലോ ഹലോ കൊടുക്കാം. ഹലോ കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിഷനായി. സോ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന എലമെൻറ്റിൻ്റെ എവിടെയെങ്കിലും ഒരു റെഡ് ബാനറായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അലേർട്ടായിട്ട് കൊടുക്കാം. നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അലേർട്ട് വരും. ബാനറുകളായിട്ട് കൊടുക്കാം. ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കൊടുത്തതെല്ലാം ഇവിടെ പറയുന്നത് മിക്കവാറും എല്ലാം APIsകളാണ്. ഈ പറയുന്ന പ്രിവെൻറ്റ് ഡിഫോൾട്ട്, ഈ console.log, ഈ അലേർട്ട്, ഈ പറയുന്ന ഫോം ഡാറ്റ ഗെറ്റ് ചെയ്യുന്നത്, ഈ ആഡ് ഇവൻറ്റ് ലിസ്ണർ, ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, ഇതെല്ലാം ബ്രൗസർ തരുന്ന APIs ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സുകൾ, കാര്യങ്ങളൊക്കെ, ലോജിക്ക് എഴുതാനുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുകൂടാതെ മെയിനായിട്ട് പിന്നെ പഠിക്കാനുള്ളത് ഈ പറയുന്ന APIsകളാണ്. ഇതെല്ലാം പഠിക്കാൻ വലിയ ഇഷ്ടംപോലെ APIsകളുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ജാവാസ്ക്രിപ്റ്റുകൾ പഠിക്കാൻ. സോ ഇങ്ങനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത് ചെറിയൊരു ആപ്ലിക്കേഷൻ എഴുതിയതിന് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ബേസിക്കലി നമ്മൾ ഈ ബ്രൗസറിൽ വരുന്ന എലമെൻറ്റുകളെ മോഡിഫൈ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാം. അത് ബേസിക്കലി ഒരു വെബ് അപ്ലിക്കേഷൻ ഈ പറയുന്ന HTML ഇല്ലാണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഫുൾ വെബ് അപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെ സഹായിക്കുന്ന ഫ്രെയിം വർക്കുകളാണ് ഈ പറയുന്ന React.js, Vue.js, Angular.js അങ്ങനത്തെ ഓരോ ഫ്രെയിം വർക്കുകൾ. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഭയങ്കര പവർഫുള്ളാണ്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിന് പഠിക്കാൻ അത്യാവശ്യം വേണ്ട ഒരു സാധനം കൂടിയാണ് ഈ ജാവാസ്ക്രിപ്റ്റ്.
സോ ജാവാസ്ക്രിപ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് വെബ് പേജിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ കൂടുതൽ HTML വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.